ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ കൃത്യമായിട്ട് തന്നെ അത് വിജയിക്കുക ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ചെറിയ ചെറിയ പോരായ്മകൾ കൂടി ഇന്ത്യക്ക് ഇതിനകത്ത് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതുപോലെ പ്രതിരോധം മൂർച്ഛിപ്പിക്കാൻ വേണ്ടി കൂടുതൽ S-400 അടക്കം വാങ്ങുന്നു എന്നുള്ള ചർച്ചകൾ വരികയാണ്. നമുക്ക് ഇപ്പോൾ 3 S-400 ആണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് പറയപ്പെടുന്നത്. അതായത് റഷ്യയുമായിട്ട് 40,000 കോടിയുടെ കരാറിൽ അന്ന് പറഞ്ഞത് 5 S-400 സ്ക്വാഡ്രണുകൾ, അതായത് 16 യുദ്ധമായിട്ട് വന്ന സാമഗ്രികൾ ബന്ധപ്പെട്ടാണ് ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് S-400. അതായത് അതുപോലത്തെ 3 4 അങ്ങനത്തെ ഉണ്ട്. ഇനി 2 കൂടി കിട്ടാനുണ്ട്. അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും. അതിനി വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതുകൂടെ വരുമ്പോഴത്തേക്കും ഇന്ത്യ കൂടുതൽ ശക്തമാകും. എതിരാളികളെല്ലാം തന്നെ ഭയക്കും. നമുക്ക് ഉള്ളത് വെച്ച് തന്നെ ഇപ്പോൾ എല്ലാത്തിനും തറപറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പാകിസ്ഥാനെയും ചൈനയുമാണ് ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത്. കാരണം ഏത് സമയവും ഇന്ത്യക്കെതിരെ വാളെടുക്കാനും സാധ്യതയുള്ള 2 രാജ്യങ്ങളാണ്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണവ രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ സജ്ജമായി ഇരിക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ ജീവന്റെ കൂടെ സുരക്ഷയുടെ ഭാഗമായിട്ട് അതൊക്കെ തന്നെ വേണം, അനിവാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇനി അടുത്തറിയാൻ പോകുന്നത് S-500 ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ തദ്ദേശീയമായി അതിന് തുല്യമായ സാമഗ്രി ഇന്ത്യ തന്നെ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് അറിയുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ മൊത്തം നേരത്തെ പറഞ്ഞത് നമ്മൾ വലിയ എന്ത് പറയാനാണ് നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടുതൽ മുൻകരുതൽ എടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇനി S-400 വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആയിരിക്കും അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഒരെണ്ണം കിട്ടാൻ പോകുന്നു പറഞ്ഞപ്പോൾ അതിന് അനുയോജ്യമായ സ്ഥലം കേരളമാണെന്ന് പറയുന്നത്. നമുക്ക് തുറസായതായിട്ടാണ് കിടക്കുന്നത് ദക്ഷിണേന്ത്യ. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കും S-400 എത്തുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തായാലും അത് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മൾ അത്രയും മാത്രം ശക്തരായിക്കൊണ്ടിരിക്കണം. അതുപോലെ പ്രതിരോധ ബഡ്ജറ്റിൽ തന്നെ വലിയൊരു സംഖ്യ തന്നെയാണ് ഇപ്പോൾ ഇതിനുവേണ്ടി മാറ്റി നിർത്തുന്നത്.